നമസ്കാരം. മലയാളി വാർത്താ സ്പെഷ്യലിലേക്ക് കേറിപ്പോന്നോളിൻ. ചത്തേ ചത്തേ ഇനി കാല് രണ്ടും കൂട്ടിക്കെട്ടി തെക്കേദിക്കിൽ എവിടേലും കുഴിമാന്ത്. ചത്തി ഇപ്പോഴാ ശരിക്കും ചത്തത്. എന്റെ പൊന്നു സുഹൃത്തുക്കളെ, നിങ്ങൾ ഇത് കേൾക്കുക. പൂരം കൊടിയേറി മക്കളെ. പോരാളി ഷാജി അണ്ണനും CPM തമ്മിൽ അംഗം വെട്ട് ഒരിഞ്ഞ പോരാട്ടമല്ലേ നടന്നുകൊണ്ടിരിക്കുന്നത്. തോറ്റതല്ല, തോപ്പിച്ചതാ. ഞങ്ങളെ തോപ്പിച്ചത് ആ പോരാളി ഷാജി എന്ന ഊച്ചാളി ഷാജി. തോൽവിയുടെ കാരണം വളരെ ലളിതമായി MP ജയരാജൻ സഖാവ് ഉത്തമന്മാർക്ക് ദിങ്ങനെ അങ്ങോട്ട് പണഞ്ഞു കൊടുത്തു. പാർട്ടിയുമായി ഒരു ബന്ധമില്ലാത്തവന്മാരെല്ലാം കൂടെ കയറി ഇറങ്ങി നിരങ്ങി പാർട്ടിയുടെ പേരിൽ കുറെ ഗ്രൂപ്പ് ഉണ്ടാക്കി നമ്മുടെ ശത്രുക്കളിൽ നിന്ന് കാശ് വാങ്ങി പാർട്ടിക്കെതിരെ പ്രചാരണം അഴിച്ചുവിട്ടു. മായിലേ കുയിലേ മുകിലേ മലരേ, ഓനാണ് നമ്മളെ തോപ്പിച്ചത്. ജയരാജൻ ഇതങ്ങോട്ട് പറഞ്ഞു തീർന്നതും CPM സൈബർ ഗ്രൂപ്പുകൾ ഒരു വിളിയാ. ഷാജിയേട്ടൻ വന്ന് MP ജയരാജനെ മാത്രമല്ല സകല നേതാക്കളെയും എയറിൽ നിർത്തി അമ്മാനമാടി. ഒരുമാതിരി മറ്റടുത്ത ഡയലോഗ് അടിച്ചേക്കരുതെന്ന് കേട്ടോ. അണ്ണൻ ഒരൊറ്റ കീച്ചല്ലേ. കണ്ട കോർപ്പറേറ്റുകളുടെ കാശ് വാങ്ങി നക്കി അവന്മാരുമായി ബിനാമി ബന്ധം ഉണ്ടാക്കി നടക്കുന്ന നിങ്ങളെ പോലുള്ളവർക്ക് ആ പേര് ചേരൂ. ജസ്റ്റ് റിമെമ്പർ ദാറ്റ് കേട്ടോ. ഒരു നിമിഷം സുരേഷ് ഗോപി കയറിയതാ. പൈസ വാങ്ങി കുനിഞ്ഞു നിൽക്കാൻ ഞങ്ങൾക്ക് ബിനാമി ബിസിനസ് ഒന്നുമില്ല സഖാക്കളെ. ഇതെന്നെ ഉദ്ദേശിച്ചാണ്, എന്നെ മാത്രം ഉദ്ദേശിച്ചാണെന്ന് മുഖ്യൻ. ജയരാജ, എന്നെ രക്ഷിക്കാനല്ലേ എന്നെ ഞാൻ ഇങ്ങോട്ട് വിളിപ്പിച്ചത്. പാർട്ടി തോറ്റതിന്റെ കാരണം ഇതിലും ലളിതമായിട്ട് എനിക്ക് വേറെ ഏതെങ്കിലും രീതി പറഞ്ഞുകൂടായിരുന്നു. എന്നെ ഇങ്ങോട്ട് എന്നെ പിടിച്ചാ പോരാളിയുടെ അണ്ണാക്കില്ലാത്തോട്ട് ഇട്ട് കൊടുത്തപ്പോഴത്തേക്ക് നിനക്ക് എന്തോ ഒരു മനസ്സുഖം കിട്ടിയല്ലേ. എൻ്റെ പൊന്നു കാറൽ മാസം മുത്തപ്പാ, ഓൻ ഇനി ആ നാട് മുഴുവൻ എന്നെ നാണം കെടുത്തു. അതിലാ എനിക്ക് വിഷമം. ദന്തഗോപുരങ്ങളിൽ നിന്ന് താഴെ ഇറങ്ങി ജനങ്ങൾക്കൊപ്പം നിൽക്കണം. അതിന് പറ്റുന്നില്ലെങ്കിൽ ചെങ്കൊടി താഴ്ത്തി വെച്ചിട്ട് വല്ല പണിക്കും അങ്ങോട്ട് പോക്കോണോടെയെന്ന് പോരാളി അണ്ണൻ നേതാക്കളുടെ വായിൽ കയറി അങ്ങ് പൊട്ടിച്ചു. എന്ത് പണിയെടുത്ത് ജീവിക്കാനാ? അത് ഞങ്ങളുടെ പാട്ടിയെ കിട്ടില്ല പിന്നല്ലേ. അത് ഞങ്ങൾക്ക് ശീലമില്ല. നാട്ടുകാരെ വലിപ്പിച്ച് ജീവിച്ചാണ് ഞങ്ങൾക്ക് ശീലം. പോരാളി വേണ്ട നമ്മളെ ഊഞ്ഞാലാട്ടിക്കാൻ നിൽക്കണ്ട ഇജ്ജ് കേട്ടോ. പോരാളി വാ തുറന്നു മുഖ്യനും കൂട്ടരും മോങ്ങാൻ തുടങ്ങിയിട്ടുണ്ട്. മോനെ പോരാളി നറ്റിക്കല്ലേടാ. തോൽവിയുടെ കാരണം ചോദിച്ച യവന്മാരെല്ലാം കൂടെ വട്ടം കൂടിയപ്പോൾ എന്ത് ചെയ്യണമെന്നറിയാതെ വന്നപ്പോൾ മാർഗമൊന്നുമില്ലാതെ വന്ന സമയത്ത് ഞങ്ങളൊരു മാർഗം കളി കളിച്ചതാ അന്നെ വെച്ച്. അപ്പോൾ എനിക്ക് ചെറുതായിട്ടൊന്ന് പറയേണ്ടി വന്നു. പോരാളി ഷാജിയെ പോലൊരു നാറിയ ഗ്രൂപ്പ് ഞാൻ എവിടെയും കണ്ടിട്ടില്ല എന്ന്. മാമനോടൊന്നും തോന്നല്ലേടാ മക്കളെ, ഒന്ന് പോവേ. അന്നെയൊക്കെ സഹിച്ചതിന്റെ ഫലമാണ് ഈ പാർട്ടി തോറ്റ് തൊപ്പിയിട്ട് ഈ അവസ്ഥയിൽ നിൽക്കുന്നത്. ഇനി നമ്മളിത് സമ്മതിക്കൂല. ഇന്ന് ഇറങ്ങിക്കോണം പാർട്ടി ആസ്ഥാനത്തു നിന്ന്, ഈ പഞ്ചായത്തിൽ നിന്ന്, ഈ ടെറിട്ടറിയിൽ നിന്ന്. ഷാജി അണ്ണൻ കലിപ്പിച്ച ക്യാലറി നമുക്കെതിരാണ്. വേണലോടി രക്ഷപ്പെട്ടോ ഗോവിന്ദ, ഒന്നും നോക്കണ്ട, ഒറ്റ ഓട്ടോ ഓടിക്കോ. ഞാൻ വല്ല ഇന്തോനേഷ്യക്കോ സിംഗപ്പൂർക്കോ പോകും. അപ്പം ഞാനാ അതന്നെ ഇജ്ജ് കൂറ്റനാട് പോയി അപ്പക്കച്ചവടം തുടങ്ങിക്കോ, അതാ നല്ലത്. യവന്മാരെല്ലാം കൂടെ തീയും പുകയും കത്തിച്ചോണ്ട് ഇറങ്ങിയേക്കുവാ നമ്മുടെ മൂട്ടിലിട്ട് പൊട്ടിക്കാൻ. 3.0 അല്ല 3G ആകുമെന്നാ തോന്നുന്നത്. എന്നാലും പൊന്ന് ഷാജി അണ്ണ, ചാൾസ് ശോഭരാജിൽ പോലും നമ്മൾ ഈ ധൈര്യം കണ്ടിട്ടില്ല. ഇന്നോവ വേടിയില്ലാത്ത പഹയാ 51 വെട്ട് പുല്ലാണെന്ന്. അല്ലണ്ണ, മുഖ്യ നിങ്ങളെ കുലം കുത്തി എന്ന് വിളിക്കൂലേ? ഇത് അതും എനിക്ക് പുല്ലാണ്. ഷാജി അണ്ണൻ കട്ടയ്ക്കാം. ഒന്നെങ്കിൽ ഞാൻ, അല്ലെങ്കിൽ യവന്മാർ, ഏതേലും ഒന്ന് മതിയടേ ഇവിടെ. മുഖ്യ സമയം ശരിയല്ല, ഹോമം വേണം. മൊട്ടയടിച്ച് ശൂലം കുത്തി കാവടിയെട്, ഇല്ലെങ്കിൽ പോരാളി എണ്ണൻ കാവടി എടുക്കും. പിന്നെ അടിവരൂ വേലവാ, അടിവരൂ വേലവാ. ആട്ടമുണ്ട്. മുഖ്യന്റെ കസേരയ്ക്ക് നല്ല ആട്ടമുണ്ട്. പോരാളി ഷാജിക്ക് ഇനിയും പറയാനുണ്ട്. അപ്പം നമുക്ക് കാണാം.